ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് റെൻഡർ എന്ന ഓപ്ഷനിലെ ഏറ്റവും അവസാനത്തായിട്ട് ഒരു ബാച്ച് റെൻഡർ എന്ന ഓപ്ഷൻ കാണാം. ഈ ടൂൾസിനെ കുറിച്ചാണ്. ആദ്യം ഞാൻ ഈ ബാച്ച് റെൻഡർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം ഇതെങ്ങനെ നമ്മളൊരു 3D ഫയലിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാനൊരു 3D Max ഫയലാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫയൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് 7 റൂംസ് ആണ്, സെപ്പറേറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലെല്ലാം ഓരോ ക്യാമറ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫയലിൽ ഒന്നിൽ കൂടുതൽ ക്യാമറകൾ ഉള്ളൊരു ഫയൽ ഓരോന്ന് സെപ്പറേറ്റായി റെൻഡർ ചെയ്യാതെ ഇവ ഒരുമിച്ച് ഒറ്റ ക്ലിക്കിൽ എങ്ങനെ റെൻഡർ ചെയ്യാം എന്നതാണ്. അതിന് വേണ്ടിയുള്ളൊരു ടൂൾസാണ് ബാച്ച് റെൻഡർ. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ സെറ്റിങ്സിലേക്ക് പോകുന്നതിന് മുമ്പ് റെൻഡർ ചെയ്യുന്ന ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്ന ക്യാമറകളുടെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യാം. അതെങ്ങനെയെന്ന് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ക്യാമറകളുടെ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാമറ ഏത് റൂമിനാണ് ഏതൊക്കെ ക്യാമറകൾ ഏതൊക്കെ റൂമിന് കൊടുത്തിരിക്കുന്നുവെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ക്യാമറ ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാമറ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇനി ഡിഫോൾട്ട് നെയിം ചേഞ്ച് കൊടുത്തിട്ട് നമ്മൾ റൂംസിൻ്റെ നെയിം കൊടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ക്യാമറ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരിക, അതായത് മോഡിഫയർ ലിസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരിക. ഞാൻ മൗസ് പോയിന്റ് കാണിച്ചിരിക്കുന്ന ഭാഗമാണ്. അവിടെ നിങ്ങൾ ക്യാമറ ഡിഫോൾട്ട് നെയിം ഉള്ളിടത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൗസ് കൊണ്ട് മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൂമിൻ്റെ നെയിം കൊടുക്കുക. ഞാൻ ഇവിടെ ബെഡ് 1 എന്ന് കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ ക്യാമറ സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ മോഡിഫയർ ലിസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഡിഫോൾട്ട് നെയിം ചേഞ്ച് കൊടുക്കുക. ബെഡ് 2 കൊടുത്തു. അതിനുശേഷം മൂന്നാമത്തെ ക്യാമറ സെലക്ട് ചെയ്യും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ നേരെ സി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അല്ലെങ്കിൽ ഇനി വേറൊരു ഓപ്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾ കീബോർഡിൽ ഈ ക്യാമറ ഇനി വേറൊരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ ടോപ്പ് വ്യൂയിലാണ് കിടക്കുന്നത്, ഈ ഒരു വ്യൂ. ഇനി നമുക്ക് ക്യാമറ വ്യൂയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ക്യാമറയാണ് ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ക്യാമറ സെലക്ട് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ സി ക്ലിക്ക് ചെയ്താൽ മൂന്നാമത്തെ ക്യാമറ സെലക്ട് ആയതായിട്ട് കാണാം. അപ്പോൾ അതാണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ മോഡിഫയർ ലിസ്റ്റിൻ്റെ ഡിഫോൾട്ട് നെയിം ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ പേര് ചേഞ്ച് ചെയ്യാം. ബെഡ് 3 എന്ന് കൊടുത്തു. അതിനുശേഷം ഈ നാലാമത്തെ ക്യാമറ കൊടുക്കാൻ വേണ്ടി ഇനി ഇത് ടോപ്പ് വ്യൂയിൽ പോകേണ്ട ആവശ്യമില്ല. വീണ്ടും കീബോർഡിൽ സി എന്ന് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ക്യാമറൻ്റെ ഒരു ബോക്സ് ഓപ്പൺ ആയതായിട്ട് കാണാം. അതിൽ അവിടെ ചേഞ്ച് ചെയ്യാത്ത നെയിം നാലാമത്തെ ക്യാമറ സെലക്ട് ചെയ്യുക. PC ക്യാമറ 004 എന്ന് കാണാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നേരെ നാലാമത്തെ ക്യാമറയിലേക്ക് മാറിയതായിട്ട് കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ നെയിം മാറ്റാൻ നമ്മൾ ഇവിടെ മോഡിഫയർ ലിസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോയാൽ അവിടെ ആ നെയിം ചേഞ്ച് ചെയ്യേണ്ട കോളം ഇവിടെ
ഹൈഡ് ആയതായിട്ട് കാണാം, ഇവിടെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വരാൻ വേണ്ടി നിങ്ങൾ നേരെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം. അതായത് മൗസ് പോയിന്റ് കാണിക്കുന്ന ഭാഗത്ത് PCR ക്യാമറ 00 നെയിം എന്ന് 4 എന്ന ക്യാമറൻ്റെ നെയിം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം. അവിടെ ഞാൻ മൗസ് പോയിന്റ് കാണിച്ച ഭാഗം ശ്രദ്ധിക്കുക. അവിടെ ക്യാമറ നെയിം ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡിഫാൾട്ട് നെയിമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ സെലക്ട് ക്യാമറ എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ നിങ്ങൾ മോഡിഫയർ ലിസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ക്യാമറ നെയിം ചേഞ്ച് ചെയ്യേണ്ട കോളം വന്നതായിട്ട് കാണാം. അവിടെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്യാമറ നെയിം ചേഞ്ച് ചെയ്യുക. ഇനി അടുത്ത ക്യാമറ വ്യൂക്ക് വേണ്ടി വീണ്ടും കീബോർഡിൽ C ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ OK കൊടുക്കുക. അതിനുശേഷം പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡിഫാൾട്ട് ക്യാമറ നെയിമുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ക്യാമറ, എന്നിട്ട് മോഡിഫയർ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും പോകാം. മോഡിഫയർ ലിസ്റ്റിൻ്റെ ഭാഗത്തേക്ക് അവിടെ പോയാൽ ക്യാമറ നെയിം ചേഞ്ച് ചെയ്യേണ്ട കോളം അവിടെ വന്നതായിട്ട് കാണാം. അവിടെ പോയിട്ട് നെയിം ചേഞ്ച് കൊടുക്കുക. ഇത് GF ആളാണ്. അപ്പോൾ ഇവിടെ 5 ക്യാമറകൾ നമ്മൾ നെയിം ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഈ 5 വ്യൂസ് 5 റൂംസ് ആണ് നമ്മളിവിടെ ഒരുമിച്ച് റെൻഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഇനി നമുക്ക് ഇതെങ്ങനെ ഒരുമിച്ച് റെൻഡർ ചെയ്യാം എന്ന ഓപ്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ 5 റൂംസ് നമുക്ക് ഒരുമിച്ച് റെൻഡർ ചെയ്യാം. അതിനുവേണ്ടി റെൻഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ബാച്ച് റെൻഡർ എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാച്ച് റെൻഡർ എന്ന ബോക്സ് ഓപ്പൺ ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഓപ്പൺ ആയ ബോക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം V1, V2, V3 എന്നിങ്ങനെ കാണാം. അത് ആദ്യം ഡിലീറ്റ് ചെയ്യാം. അത് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ബാച്ച് റെൻഡർ ചെയ്തത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ അതവിടെ ഡിലീറ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഒരു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിലീറ്റ് ചെയ്യേണ്ടത് പോർഷന് സെലക്ട് ചെയ്യുക. അതായത് ഉദാഹരണത്തിന് ഞാൻ V2 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ V2 സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചത് കൊണ്ട് ഞാൻ ഈ ബോക്സ് മൊത്തം ഡിലീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണ്. അതിനുശേഷം ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 5 ക്യാമറ വ്യൂകളാണ് റെൻഡർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ബോക്സിലെ ആഡ് എന്ന ഓപ്ഷൻ 5 പ്രാവശ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഒന്നാമത്തെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഉള്ളിടത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റത്തെ ക്യാമറ നെയിം ക്ലിക്ക് ചെയ്യുക. അതായത് ബെഡ് 1 എന്നാണ് ഫസ്റ്റത്തെ ക്യാമറക്ക് കൊടുത്തത്. അപ്പോൾ അത് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഔട്ട്പുട്ട് പാത്ത് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ 3 കുത്തുള്ളോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനൊരു നെയിം കൊടുക്കുക. എന്നിട്ട്
JPG ആക്കി കൊടുക്കുക, JPG അല്ലെങ്കിൽ PNG JPG ആക്കി കൊടുത്തു ഞാനിവിടെ. അതിനുശേഷം സേവ് എന്ന ബട്ടൺ കാണാം. സേവ് എന്ന ബട്ടൺ കൊടുത്തതിന് ശേഷം ഒന്നാമത്തെ ക്യാമറൻ്റെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞു. ഇതുപോലെ ബാക്കി ക്യാമറകൾ സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാം സെറ്റായതിനു ശേഷം റെൻഡർ ചെയ്യുക. ഈ റെൻഡർ ചെയ്തതിന് ശേഷം അവസാനം നമുക്ക് നേരത്തെ സേവ് ചെയ്ത ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. അതായത് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ആ വ്യൂ എങ്ങനെയുണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ റെൻഡർ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫയലൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഓരോ വ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുമിച്ച് നിങ്ങളുടെ വ്യൂ റെൻഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.